ഹായ് ഫ്രണ്ട്സ്, നമുക്ക് എല്ലാവർക്കും ഇംഗ്ലീഷിൽ സംസാരിക്കാന്നുള്ളതാണ് ആഗ്രഹം. ഒരുപാട് സെന്റൻസസ് ബൈഹാർട്ട് ചെയ്ത് പറയുന്നതിനേക്കാളും നല്ലത് ആ സെന്റൻസ് എങ്ങനെ പറയാം അല്ലെങ്കിൽ എഴുതാം എന്ന് മനസ്സിലാക്കുന്നതാണ്. കഴിഞ്ഞ കുറച്ച് വീഡിയോകളിലായിട്ട് നമ്മൾ പല സിറ്റുവേഷൻസിനെ കുറിച്ച് പറഞ്ഞിരുന്നു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡെയിലി ചെയ്യുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഹാബിച്വൽ ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം എന്നതാണ്. സെന്റൻസിൽ നിന്ന് തുടങ്ങാം. എൻ്റെ അച്ഛൻ ദിവസവും പേപ്പർ വായിക്കും. എൻ്റെ അച്ഛൻ ദിവസവും പേപ്പർ വായിക്കും. അപ്പൊ അച്ഛൻ്റെ ഹാബിച്വൽ ആയിട്ട് ഡെയിലി ചെയ്യുന്നൊരു കാര്യമാണ് പേപ്പർ വായിക്കുക എന്നുള്ളത് അല്ലേ. അതിന് ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന വേർഡാണ് ദിവസവും. ഡെയിലി എഴുതി നോക്കാം. മൈ ഫാദർ reads newspaper daily. My father reads newspaper daily. എൻ്റെ അച്ഛൻ ദിവസവും പേപ്പർ വായിക്കും. പേപ്പർ എന്ന് പറഞ്ഞാൽ ന്യൂസ് പേപ്പർ വായിക്കും. My father reads newspaper daily. ഇതിങ്ങനെ ഓരോ സെന്റൻസും നമുക്ക് കാണാതെ പഠിക്കാൻ പറ്റില്ല. അപ്പൊ നമുക്ക് സെന്റൻസിൽ എങ്ങനെ എഴുതാമെന്ന് കൂടി പഠിക്കണം. അത് ആദ്യം പഠിച്ചതിന് ശേഷം ബാക്കി സെന്റൻസസ് എഴുതി നോക്കാം. നമ്മൾ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങള്, പതിവായി ചെയ്യുന്ന കാര്യങ്ങള് നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ് പറയുന്നത്. സിമ്പിൾ പ്രസന്റ് ടെൻസിൽ കഴിഞ്ഞ ദിവസം നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിനെ കുറിച്ച് പറഞ്ഞിരുന്നു. ഇതിൽ നമ്മൾ പറയുന്നത് സിമ്പിൾ പ്രസന്റ് ടെൻസാണ്. വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്ന ഒരു ടെൻസാണ്. ഇത്ര മാത്രമേ ഉള്ളൂ. പ്രധാനമായും ഡെയിലി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ പറയുന്നത് സിമ്പിൾ പ്രസന്റ് ടെൻസ് ഉപയോഗിച്ച. നമുക്കറിയാം പറയുന്ന വ്യക്തി അല്ലെങ്കിൽ വസ്തു ഒരെണ്ണുള്ളൂ എന്ന് കരുതാം. ഇപ്പോ ഹി, ഷീ, അതെല്ലാം ഒരു ഒബ്ജക്റ്റ് ആണെങ്കിൽ നമുക്ക് ഇറ്റ്, ജെൻഡർ അറിയാത്തതാണെങ്കിലും ഇറ്റ്. സിംഗുലർ നൗൺ പേരുകളാണെങ്കിൽ, സിംഗുലർ നൗൺ ആണെങ്കിൽ ഇതിനോട് കൂടി ചേർന്ന് വരുന്ന വെർബിന്റെ കൂടെ എസ് അല്ലെങ്കിൽ ഇഎസ് ചേർക്കണം. ഇത്ര മാത്രമേ ഉള്ളൂ. ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു വസ്തു ഉള്ളൂ എങ്കിൽ അതിനോട് കൂടി ചേർക്കുന്ന വെർബിന്റെ കൂടെ എസ് അല്ലെങ്കിൽ ഇഎസ് ചേർത്തെഴുതണം. അപ്പോൾ അതല്ലാത്ത സബ്ജക്റ്റുകൾ ഏതൊക്കെ വരും? ഐ, യു, വി, ദേ. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ ഒരു പ്ലൂറൽ നൗൺ ആണെന്ന് വിചാരിക്കാം. ഒന്നിൽ കൂടുതൽ വ്യക്തികളെ കാണിക്കുന്ന പേരുകൾ അല്ലെങ്കിൽ വസ്തുക്കളെ കാണിക്കുന്ന പേര് പ്ലൂറൽ നൗൺ ആണെങ്കിൽ അതിനോട് കൂടി നമ്മൾ എസ്ഒ ഇഎസ്ഒ ഒന്നും ചേർക്കാതെ വേർബ് മാത്രം എഴുതിയാൽ മതി. ഇത്രയും നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസിനെ കുറിച്ച് മനസ്സിലാക്കാനുള്ളൂ. ഡെയിലി ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസിൽ പറയുന്നത്. സബ്ജക്റ്റില് ഒരാളുള്ളൂ എങ്കിൽ അതിനോടൊപ്പം എഴുതുന്ന വെർബിന്റെ കൂടെ എസ് അല്ലെങ്കിൽ ഇഎസ് ആഡ് ചെയ്യണം. ഇനി സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ വെർബിന്റെ കൂടെ എസ്ഒ ഇഎസ്ഒ ഒന്നും ആഡ് ചെയ്യണ്ട. ഐന്റെ കാര്യം എടുത്തു പറയുന്നു. ഐ ഒരു എക്സെപ്ഷൻ കേസാണ്. ഐ നമ്മൾ പ്ലൂറൽ സബ്ജക്റ്റ് ആയിട്ടാണ് കണക്കാക്കുന്നത്. ഐന്റെ കാര്യം ഒന്ന് ശ്രദ്ധിക്കണം. ഐന്റെ കൂടെ നമ്മൾ എസ് അല്ലെങ്കിൽ ഇഎസ് ഒന്നും ആഡ് ചെയ്യില്ല. പതിവായി ചെയ്യുന്ന കാര്യങ്ങള് സിമ്പിൾ പ്രസന്റ് ടെൻസിൽ പറയാമെന്ന് പറഞ്ഞല്ലേ. പതിവായിട്ടാണ് ചെയ്യുന്നത് എന്നതിന് ചില കീവേഡ്സ് ഉണ്ട്. നോക്കിയേ. എവ്രി മോർണിംഗ്, എവ്രി ഈവനിങ്, എവ്രി ഡേ, ഓൾവേസ്, യൂഷ്വലി, നെവർ, ഫ്രീക്വന്റ്ലി, സംടൈംസ്, ജനറലി, ഓഫൺ എന്നിങ്ങനെ ഇത്തരം വേർഡ്സ് യൂസ് ചെയ്താണ് സാധാരണ നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസിലെ സെന്റൻസുകൾ എഴുതുന്നത്. നിർബന്ധമൊന്നുമില്ല, എങ്കിലും പതിവായി ചെയ്യാറുണ്ട്, ഞാൻ ഒട്ടും ചെയ്യാറില്ല, ദിവസവും ചെയ്യാറുണ്ട് എന്നതൊക്കെ കാണിക്കാൻ ഈ വേർഡ്സ് നമുക്ക് യൂസ്ഫുൾ ആണ്. ഇനി നമുക്ക് സെന്റൻസസ് നോക്കാം. കുറച്ചുകൂടി എളുപ്പമായിരിക്കും. അവൻ ദിവസവും രാവിലെ നടക്കാൻ പോകും. അവൻ ദിവസവും രാവിലെ നടക്കാൻ പോകും. അവൻ ദിവസവും ചെയ്യുന്ന ഒരു കാര്യമാണല്ലേ. എഴുതി നോക്കാം. ഹി ഗോസ് ഔട്ട് ഫോർ എ വാക്ക് every morning. Every morning. He goes out for a walk every
മോർണിംഗ്. അവൻ ദിവസവും രാവിലെ നടക്കാൻ പോകും. ഹി ഗോസ് ഔട്ട് ഫോർ എ വാക്ക് എവ്രി മോർണിംഗ്. അവൾ എപ്പോഴും വൈകും. അവൾ എപ്പോഴും വൈകും. എങ്ങനെ എഴുതാം? ഇത് ഹാബിറ്റ് ആണല്ലേ, ഡെയിലി വൈകി വരാന്നുള്ളത് അവൾക്കൊരു ശീലമാണ്. ഷീ ഓൾവേസ് gets late. She always gets late. അവൾ എപ്പോഴും വൈകും. She always gets late. എന്റെ സിസ്റ്റർ എല്ലാ ഞായറാഴ്ചയും ഡിന്നർ കുക്ക് ചെയ്യും. എന്റെ സിസ്റ്റർ എല്ലാ ഞായറാഴ്ചയും ഡിന്നർ കുക്ക് ചെയ്യും. അപ്പൊ എന്റെ സിസ്റ്റർ പതിവായിട്ട് ചെയ്യുന്നത് എന്താണ്? എല്ലാ സൺഡേയും ഡിന്നർ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് എഴുതാം മൈ സിസ്റ്റർ cooks. മൈ സിസ്റ്റർ എന്ന് പറയുമ്പോൾ ഒരാളുള്ളൂ അല്ലെ. അപ്പൊ മൈ സിസ്റ്റർ കുക്സ് ഡിന്നർ എന്നാ ഉണ്ടാക്കാം? എല്ലാ ഞായറാഴ്ചയും, എവറി സൺഡേ. മൈ സിസ്റ്റർ കുക്സ് ഡിന്നർ എവറി സൺഡേ. എന്റെ സിസ്റ്റർ എല്ലാ ഞായറാഴ്ചയും ഡിന്നർ കുക്ക് ചെയ്യും. ഇത്രയും സമയം നമ്മൾ പറഞ്ഞത് നമ്മൾ അങ്ങനെ ചെയ്യും, അല്ലെങ്കിൽ അതാണ് നമ്മുടെ ശീലം എന്ന രീതിയിലാണ് അല്ലെ. ഹാബിച്വൽ എന്ന് പറയുമ്പോൾ ചില കാര്യങ്ങൾ ചെയ്യും എന്നത് മാത്രമല്ല, ചെയ്യാറില്ല എന്നത് കൂടിയാണ്. ഈ സെന്റൻസ് നോക്കിയേ, ഞാൻ സ്മോക്ക് ചെയ്യാറില്ല. ഞാൻ സ്മോക്ക് ചെയ്യാറില്ല. ഇതെന്റെ ഹാബിറ്റ് ആണ്, എനിക്ക് ആ ശീലം ഇല്ല. അപ്പൊ ഇത് നമുക്ക് സിമ്പിൾ പ്രസന്റിൽ പറയാം. ഐ നെവർ സ്മോക്ക്. ഐ നെവർ സ്മോക്ക്. ഞാൻ ഇതുവരെ സ്മോക്ക് ചെയ്തിട്ടില്ല. ഐ നെവർ സ്മോക്ക്. ഞാൻ ഇതുവരെ സ്മോക്ക് ചെയ്തിട്ടില്ല എന്ന അർത്ഥത്തിലാണ് ഐ നെവർ സ്മോക്ക്. അപ്പോ ഹാബിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമല്ല, ചില കാര്യങ്ങൾ ചെയ്യാറില്ല എന്നതും ഹാബിറ്റ് തന്നെയാണ്. അവർ ഒരിക്കലും നേരത്തെ ഉറങ്ങാൻ പോകാറില്ല. അവർ ഒരിക്കലും നേരത്തെ ഉറങ്ങാൻ പോകാറില്ല. അവർക്ക് നേരത്തെ ഉറങ്ങുന്ന ശീലമേ ഇല്ല. ഡെയിലി ലേറ്റ് ആയിട്ട് ഉറങ്ങുന്നതാണ് പതിവ്. അപ്പൊ നമുക്ക് എഴുതാം they never go to bed early. They never go to bed early. അപ്പൊ ഇതും അവരുടെ ശീലം തന്നെയാണല്ലേ, ലേറ്റ് ആയിട്ട് ഉറങ്ങാന്നുള്ളത്. they never go to bed early. they ആയതുകൊണ്ട് പിന്നെ വെർബിന്റെ കൂടെ നമുക്ക് എന്ത് ചേർക്കണ്ട? s അല്ലെങ്കിൽ es ചേർക്കണ്ട. ശ്യാം സാധാരണയായി ട്രൗസേഴ്സ് ആണ് ധരിക്കുന്നത്. ശ്യാം സാധാരണയായി ട്രൗസേഴ്സ് ആണ് ധരിക്കുന്നത്. ശ്യാം generally wears trousers. അപ്പൊ സാധാരണ ട്രൗസേഴ്സ് ആണ് ധരിക്കുന്നത്. ശ്യാം generally wears trousers. അവൾ 4th സ്റ്റാൻഡേർഡിൽ മലയാളമാണ് പഠിപ്പിക്കുന്നത്. അവൾ 4th സ്റ്റാൻഡേർഡിൽ മലയാളമാണ് പഠിപ്പിക്കുന്നത്. അപ്പോ അവള് ഡെയിലി ചെയ്യുന്ന കാര്യമാണ് അല്ലെ. എങ്ങനെ എഴുതാം? ഷീ ടീച്ചേഴ്സ് മലയാളം ഇൻ ദി 4th grade. ഇൻ ദി 4th grade. 4th സ്റ്റാൻഡേർഡിൽ മലയാളമാണ് പഠിപ്പിക്കുന്നത്. ഷീ ടീച്ചേഴ്സ് മലയാളം ഇൻ ദി 4th grade. അവൾ എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയുള്ളൂ, അതുകൊണ്ട് നമ്മൾ വേർബിന്റെ കൂടെ, പഠിപ്പിക്കുക എന്ന വേർബിന്റെ കൂടെ എസ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. ഡെയിലി ലൈഫിൽ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടെൻസ് ആണ്. ടെൻസ് എന്ന് പറയുമ്പോൾ ഓർക്കാനുള്ളത് ഇത്ര മാത്രം. നമ്മൾ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങൾ, ഹാബിച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് സിമ്പിൾ പ്രസന്റ് ടെൻസിൽ പറയാം. സബ്ജക്റ്റിനനുസരിച്ച് വെർബിന്റെ കൂടെ എസ് അല്ലെങ്കിൽ ഇ എസ് ചേർത്ത് കൊടുത്താൽ മതി. വീഡിയോ ക്ലിയർ ആയെന്ന് കരുതുന്നു. താങ്ക് യു.